നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പതിവിന് വിപരീതമായി അസാധാരണമായ ഒരു പുലർച്ചെയായിരുന്നു ഇന്ന് ഡൽഹിക്കാർ കണി കണ്ടത്. ശാന്തമായ പ്രകൃതിക്ക് പകരം ശക്തമായ പൊടിക്കാറ്റിന് പിന്നാലെ കനത്ത ഇടിയും മിന്നലും ഒപ്പം അതിശക്തമായ മഴയുമായിരുന്നു ഇന്ന് ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെട്ടത്. ഇടിമിന്നലോടുകൂടിയ കാറ്റ് മണിക്കൂറിൽ 70 മുതൽ 80 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. പുലർച്ചെയോടെ അതിശക്തമായ പൊടിക്കാറ്റോടെയാണ് അസാധാരണമായ സംഭവങ്ങൾക്ക് തുടക്കം. പൊടിക്കാറ്റ് രാജ്യ തലസ്ഥാനത്തെ മുഴുവനായി മൂടി. ശക്തമായ മഴയും ഇടിമിന്നലിന്റെ വരവായിരുന്നു പിന്നാലെ. ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ നാടകീയമായ നിരവധി വീഡിയോകളും പങ്കുവയ്ക്കപ്പെട്ടു. വളരെ ഭയപ്പെടുത്തുന്ന വീഡിയോയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പല സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്നായിരുന്നു കാലാവസ്ഥ മാറി മറിയുകയും മഴയും അതുപോലെ തന്നെ പൊടിക്കാറ്റും ഒക്കെ സംഭവിച്ചുകൊണ്ട് അവിടെയൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ആളുകൾ കുടുങ്ങിപ്പോവുകയും ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു. രക്ഷപ്പെടാനോ സാധനങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റാനുള്ള സമയം പോലും ഡൽഹി നിവാസികൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. കാറ്റിന്റെ വളരെ ശക്തമായിട്ടുള്ളൊരു ശബ്ദം കേട്ടാണ് ഉറക്കമുണർന്നതെന്നാണ് നിരവധി പേർ കുറിച്ചിരിക്കുന്നത്. അതായത് തലേദിവസം ഇന്നലെ കിടക്കുന്നത് വരെ തന്നെ വലിയൊരു ഇത്തരത്തിലൊരു കാലാവസ്ഥാ മാറ്റത്തിന്റെ എന്തെങ്കിലും സൂചനയൊന്നും തന്നെ ആർക്കും ഉണ്ടായില്ല അല്ലെങ്കിൽ ലഭിച്ചില്ല. പെട്ടെന്നായിരുന്നു ഇന്ന് പുലർച്ചെ ഇത്തരത്തിലൊരു കാലാവസ്ഥ സംഭവിച്ചത്. ചില സ്ഥലങ്ങളിൽ ഏതാണ്ട് 20 മിനിറ്റോളം കാറ്റ് വീശിയെന്നാണ് ചിലർ എഴുതിയിരിക്കുന്നത്. മറ്റു ചിലർ പൊടിക്കാറ്റിനെയും മഴയെയും കുറിച്ചായിരുന്നു പരാതിപ്പെട്ടത്. അപ്രതീക്ഷിതമായി എത്തിയ പൊടിക്കാറ്റിൽ ഡൽഹിയിലെ വിമാന സർവീസുകൾ പലതും റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. 46 മിനിറ്റ് വരെ വൈകിയാണ് നിരവധി വിമാനങ്ങൾക്ക് വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. പല വിമാനങ്ങളും 1 മണിക്കൂറോളം വൈകിയാണ് പുറപ്പെട്ടത്. വിമാനയാത്രക്കാരോട് പുതുക്കിയ സമയക്രമം നോക്കി വേണം വിമാനത്താവളങ്ങളിൽ എത്താനെന്ന് വിമാന കമ്പനികൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മോത്തിബാഗ്, ദ്വാരക, കാൺപൂർ, മിന്റോ റോഡ്, ലജ്പത് നഗർ, സൗത്ത് എക്സ്റ്റൻഷൻ റിംഗ് റോഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും രാവിലെ തന്നെ ഗതാഗത തടസ്സം നേരിട്ടിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. വൈദ്യുതി തൂണുകൾ പലതും വീണ് ചിലയിടങ്ങളിൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാക്കി. അസാധാരണമായ കാലാവസ്ഥയായതിനാൽ ജനങ്ങളോട് വീടുകളിൽ തന്നെ ഇരിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഡൽഹിയിൽ കനത്ത മഴയെ തുടർന്ന് മരം കടപുഴകി വീണ് 4 പേർ മരിച്ചു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തുവരികയാണ്. ദ്വാരകയിൽ വീടിന് മുകളിൽ മരം വീണ അമ്മയും 3 കുട്ടികളുമാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ ഡൽഹിയിലെ വിവിധയിടങ്ങളിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ കാറ്റും ഇടിമിന്നലുമുണ്ട്. കനത്ത മഴ തുടരുന്നത് ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് ഗതാഗത തടസ്സവും ഉണ്ടായി. മരം കടപുഴകി വീണതിനെ തുടർന്ന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരം വീണ് കാറുകൾക്കും വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കനത്ത മഴ തുടരുന്നത് വിമാന സർവീസുകളെയും ബാധിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന 20ഓളം വിമാനങ്ങളാണ് വൈകിയിരിക്കുന്നത്. 3 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഡൽഹിയിലേക്കും തിരിച്ചുമുള്ള ചില വിമാനങ്ങൾ വൈകുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്യുന്നു. ഇത് വിമാന ഷെഡ്യൂളിനെ ബാധിച്ചേക്കാം. തടസ്സമില്ലാതിരിക്കാൻ തങ്ങൾ പരമാവധി ശ്രമിക്കുന്നു എന്നാണ് എയർ ഇന്ത്യ എക്സിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ബാംഗ്ലൂർ, ഡൽഹി, മറ്റൊരു പൂനെ, ഡൽഹി വിമാനങ്ങൾ ജയ്പൂരിലേക്ക് വഴിതിരിച്ചുവിട്ടവയിൽ പെടുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് പുറപ്പെടേണ്ട 20 വിമാനങ്ങൾ വൈകിയാണ് ഓടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. 46 മിനിറ്റ് വരെ വൈകിയാണ് വിമാനങ്ങൾക്ക് ഇറങ്ങാനായത്. പുറപ്പെടുന്ന സമയം 54 മിനിറ്റ് വരെ വൈകിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുൻപ് വിമാനങ്ങളുടെ പുതിയ സമയക്രമം പരിശോധിക്കണമെന്നും വിമാന കമ്പനികൾ യാത്രക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അടുത്ത 3 ദിവസങ്ങളിലും കനത്ത മഴയും കാറ്റും ഇടിമിന്നലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. 80 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. അതോടൊപ്പം ശക്തമായ ഇടിമിന്നലും പൊടിക്കാറ്റും ഉണ്ടാകും. ദ്വാരക, കാൺപൂർ, സൗത്ത് എക്സ്റ്റൻഷൻ റിംഗ് റോഡ്, മിന്റോ റോഡ്, ലജ്പത് നഗർ, മോത്തിബാഗ് തുടങ്ങിയ പ്രദേശങ്ങളിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. ഗതാഗത തടസ്സവും സംഭവിച്ചിട്ടുണ്ട്. കാലാവസ്ഥ മുന്നറിയിപ്പ് പരിഗണിച്ച് കഴിയുന്നത്ര വീടിനുള്ളിൽ തന്നെ കഴിയാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ പെയ്തതോടെ താപനിലയിലും കുറവുണ്ടായി. ശക്തമായ കാറ്റിൽ മരങ്ങൾ കമ്പിയിൽ വീണതിനെ തുടർന്ന് 15 മുതൽ 20 വരെ ട്രെയിനുകളും വൈകിയാണ്. ഡൽഹിയിലെ ഡിവിഷനിലെ റെയിൽവേ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ദ്വാരക, കാൺപൂർ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കനത്ത വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത്. ശക്തമായ കാറ്റിൽ അവിടെയൊക്കെ തന്നെ മരങ്ങൾ വീണിട്ടുണ്ട്. ഏതായാലും ആളുകൾ പരമാവധി വീടിനുള്ളിൽ തന്നെ കഴിയണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അല്ലെങ്കിൽ പുറത്തേക്ക് വന്ന ഇത്തരത്തിൽ മരങ്ങൾ, ശിഖരങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
എന്നാൽ വസ്തുവകകൾക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടായതായിട്ട് ഇപ്പോൾ ഇതുവരെ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. ഡൽഹിയിലെ താപനില 19.8 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡൽഹിയിലുടനീളം കനത്ത മഴയും മണിക്കൂറിൽ 70 മുതൽ 80 കിലോമീറ്റർ വേഗതയിലുമുള്ള കാറ്റും ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ചിലയിടങ്ങളിലും മിതമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ശനിയാഴ്ച വരെ ഡൽഹിയിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഉത്തരേന്ത്യയിൽ മഴ സാധാരണ നിലയേക്കാൾ കൂടുതലായിരിക്കും. ദീർഘകാല ശരാശരിയായ 64 മില്ലിമീറ്ററിന്റെ 109%-ലധികം. IMD പ്രകാരം മെയ് മാസത്തിൽ ഇടയ്ക്കിടെയുള്ളതും ഇടിമിന്നലും മഴയും 2024 മെയ്യിൽ ഉണ്ടായ താപനിലയിലേക്ക് ഉയരുന്നതും തടയും. വെള്ളക്കെട്ടിനെ കുറിച്ച് പ്രതികരിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പർവേഷ് വർമ്മ എക്സിൽ പോസ്റ്റ് ചെയ്തത്, ഇന്ന് തുടർച്ചയായി പെയ്ത റെക്കോർഡ് മഴയെ തുടർന്ന് ഡൽഹിയിൽ പലയിടത്തും കുറച്ചളവിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. പുലർച്ചെ 5:30 മുതൽ താൻ പല സ്ഥലങ്ങളിലും പോയി സ്ഥിതിഗതികൾ വിലയിരുത്തി. മിന്റോ ബ്രിഡ്ജിൽ പോകുമ്പോൾ ഒരു പൈപ്പും 4 പമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. മൺസൂൺ കണക്കിലെടുത്ത് അഴുക്കുചാലുകളുടെ ശുചീകരണം PWD, DMCD, DJB, NMD തുടങ്ങിയിട്ടുള്ള അവരുടെ നേതൃത്വത്തിൽ ഓടകൾ വൃത്തിയാക്കുന്നത് തുടർച്ചയായി നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ IGA വിമാനത്താവളത്തിൽ ശക്തമായ കാറ്റും മഴയും കാരണം വിമാനങ്ങൾ അടുത്തുള്ള വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിടേണ്ടി വന്നു. 100-ലധികം വിമാനങ്ങളും രാവിലെ വൈകി. അതത് എയർലൈനുമായി ബന്ധപ്പെട്ട ശേഷം മാത്രം യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയാൽ മതിയെന്നും ഡൽഹി വിമാനത്താവളം അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വരെയാണ് ഇതേ കാലാവസ്ഥ, അതായത് മണിക്കൂറിൽ 70 മുതൽ 80 കിലോമീറ്റർ വരെ വേഗതയിൽ വീശാവുന്ന ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മഴ ശമിക്കുന്നതുവരെ ആളുകൾ വീടിനുള്ളിൽ തുടരാനും യാത്രകൾ ഒഴിവാക്കാനും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങളിലൊക്കെ തന്നെ റോഡുകളിൽ വെള്ളക്കെട്ട് വളരെ വലിയ രീതിയിൽ തന്നെ രൂപപ്പെടുകയും ആളുകൾക്ക് അതിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഇത് വളരെ അപകടം പിടിച്ചതാണ്. ഏതെങ്കിലും ലൈൻ കമ്പികൾ പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല, പരമാവധി കാലാവസ്ഥ മാറുന്നത് വരെ തന്നെ വീടിനുള്ളിൽ സുരക്ഷിതമായി കഴിയാനാണ് ഡൽഹിയിലെ ഈ പറയുന്ന പ്രദേശവാസികൾക്കൊക്കെ തന്നെ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വിമാനങ്ങളും വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. റെയിൽവേ തീവണ്ടികളടക്കം വൈകിയാണ് ഓടുന്നതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്.